ഇന്ന് നമുക്ക് തലശ്ശേരി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. മറ്റ് ബിരിയാണിയേക്കാളും വ്യത്യസ്ത രുചിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോഴും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് 4 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോഴത്തേന് കോരിയെടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പറയുന്നത് ബിസ്ത എന്നാണ്. ഇതാണ് തലശ്ശേരി ബിരിയാണിയുടെ മെയിൻ. ഇനി അതേ എണ്ണയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കാഷ്യൂം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ നിറമാകുമ്പം കോരിയെടുക്കാം. അതിനുശേഷം ഒരു ജാറിലേക്ക് 10 ചെറിയ പച്ചമുളകും 10 ചെറിയ അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നേരത്തെ വറുത്തെടുത്ത എണ്ണയിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള വഴട്ടുമ്പോൾ ഒരുപാടങ്ങ് മൂത്തു പോകണ്ട, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് ചിക്കൻ്റെ പിങ്ക് നിറം മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും 1/4 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ ചിക്കനും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ത നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് ചിക്കനൊന്നും പൊടിഞ്ഞു പോകാതെ യോജിപ്പിച്ച് കൊടുക്കാം. ബിസ്ത ചേർക്കുമ്പോഴാണ് തലശ്ശേരി ബിരിയാണിയുടെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരുന്നത്. അപ്പോഴും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം റൈസ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇത്രയും കൂടി ഇട്ട് പകുതി സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരമണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത കൈമ റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നെയ്ക്കകത്തിട്ട് നന്നായിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് റൈസ് വേവുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസ് എടുത്ത അതേ പാത്രത്തിന് 1.5 പാത്രം വെള്ളം തിളച്ചത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ബൗളിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് റൈസ് ദം ചെയ്തെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ മുകളിലായിട്ട് പകുതി റൈസ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും ബിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും പാലും കൂടെ കുറേശ്ശെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള റൈസും കൂടെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മഞ്ഞളും പാലും കൂടെ കലക്കി വെച്ചതും കൂടെ ഒഴിച്ച് കുറേശ്ശെ കൊടുക്കാം. അതിന് മുകളിലായിട്ട് കിസ്മിസും കാഷ്യൂവും കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ബിസ്തയും കൂടെ മൊത്തത്തിലൊന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ടൊരു ഫോയിൽ പേപ്പർ വെച്ച് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഇത് ആവി തട്ടി റൈസിനകത്ത് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാം.
ഇതിന് മുകളിലായിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴും നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇവിടെ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ ഒന്നൊന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ സ്വാദിഷ്ടവും മണവുമുള്ള നല്ലൊരു ബിരിയാണിയാണ്. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.